നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത്? എത്ര ശ്രമിച്ചാലും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു നിമിഷത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഈ കഥ നിങ്ങൾക്കായി തന്നെയാണ്. ഒരു ദിവസം ജ്ഞാനത്തിൻ്റെ സമുദ്രമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തൻ്റെ പള്ളിയിൽ ശാന്തമായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇമാം മുസനി റളിയല്ലാഹു അൻഹു അവിടെ എത്തിയത്. പക്ഷേ സാധാരണ കാണുന്ന ആ തെളിച്ചമില്ലായിരുന്നു ആ മുഖത്ത്. ചിരിയില്ല, ഉന്മേഷമില്ല, ഹൃദയത്തിൽ ഭാരമേറ്റ് നടക്കുന്നത് പോലെ. അത് കണ്ട ഉടൻ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്നേഹത്തോടെ ചോദിച്ചു, മകനെ, എന്തുപറ്റി? നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? ആ ചോദ്യം കേട്ടതും മുസനി റളിയല്ലാഹു അൻഹു തൻ്റെ മനസ്സ് തുറന്നു. ഉസ്താദേ, എനിക്ക് വലിയൊരു മനപ്രയാസമാണ്. ഞാൻ ആരോടും മോശമായി പെരുമാറാറില്ല, ആർക്കും ദോഷം ചെയ്യാറില്ല. എന്നിട്ടും ചിലർ എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാത്തിലും കുറ്റം കണ്ടെത്തുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ വലിയ സങ്കടം. അത് കേട്ടപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, മകനെ, നീ സങ്കടപ്പെടുന്നത് ഒരു അസാധ്യ കാര്യത്തിന് വേണ്ടിയാണ്. ഇമാം തുടർന്നു, ഈ ലോകത്തുള്ള എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെയാണോ നിനക്കും എനിക്കും? അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞു തുടങ്ങി, നീ നോക്കൂ മകനെ, ഈ ലോകം ഇങ്ങനെയാണ്. നീ പാവങ്ങളെ സഹായിക്കാൻ പണം കൊടുത്താൽ ഇവൻ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ചിലർ പറയും. നീ പണം കൊടുത്തില്ലെങ്കിൽ ഇവൻ എന്ത് വലിയ പിശുക്കനാണ് എന്ന് വേറെ ചിലർ പറയും. നീ വിനയത്തോടെ ശാന്തമായി സംസാരിച്ചാൽ ഇവന് പേടിയാണ് എന്ന് അവർ പരിഹസിക്കും. നീ അല്പം ആത്മവിശ്വാസത്തോടെ സംസാരിച്ചാൽ ഇവൻ എന്ത് അഹങ്കാരമാണ് എന്ന് അവർ പറയും. അതുകൊണ്ട് മകനെ, ആളുകളുടെ വായ മൂടിക്കെട്ടാൻ നിനക്ക് കഴിയില്ല. പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജീവിതം മുഴുവൻ ചുരുക്കി എഴുതുന്ന ഒരു വാചകം പറഞ്ഞു, നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നിന്റെ നീയത്ത് ശരിയാക്കുക. ആളുകൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ല പ്രധാനം, അള്ളാഹുവിന് നിന്നെ ഇഷ്ടമാണോ അതാണ് നീ നോക്കേണ്ടത്. പടച്ചവൻ നിന്നെ ഇഷ്ടമായാൽ ഈ ലോകം മുഴുവൻ നിനക്കെതിരെയായാലും നിനക്കൊരു നഷ്ടവുമില്ല. പക്ഷേ ലോകം മുഴുവൻ നിന്നെ പുകഴ്ത്തിയിട്ടും അള്ളാഹുവിന് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ അതുകൊണ്ട് നിനക്ക് എന്ത് ലാഭമാണ്? ആ വാക്കുകൾ മുസനിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. അന്നു മുതൽ അദ്ദേഹം ആളുകളുടെ പ്രശംസയും കുറ്റപ്പെടുത്തലും ഒരുപോലെ കാണാൻ പഠിച്ചു. ഇതിൽ നിന്നുള്ള നമുക്കുള്ള പാഠം, ആളുകളുടെ സർട്ടിഫിക്കറ്റ് നോക്കരുത്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ആളുകൾ എന്തു പറയും എന്നല്ല, എൻ്റെ റബ്ബിത് കാണുന്നുണ്ടല്ലോ എന്ന് മാത്രം ചിന്തിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഓടുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം തളരുന്നത്. അള്ളാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ മനസ്സിന് അപൂർവമായ ശാന്തത ലഭിക്കും. ഈ ലോകം നമ്മെ വിലയിരുത്തും, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ നീയത്ത് മാത്രമാണ് സംസാരിക്കുന്നത്. അവനെ സന്തോഷിപ്പിച്ചാൽ മറ്റെല്ലാം സ്വയം ശരിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.